മലമ്പുഴ പോകുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ ഈ ചേട്ടനെ കണ്ടത്. പാലക്കാടിൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുള്ള ചൂടുകാലത്ത് സജീവമായ പനന്നൊങ്ക് വിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ കഴിക്കണ്ടേന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇത് കാണുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായി കാണുന്ന കേട്ടോ ഈ സാധനം. ബാക്കി എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ പാലക്കാട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു. ഇതിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരീരത്തിന് കുളിർമ ഏകുന്നതോടൊപ്പം ആരോഗ്യകരമായ കുറേ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇതിന്. തടി കുറയ്ക്കുന്നവർക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഇതും കൂടി ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇതിൽ ജലാംശം ഒത്തിരി കൂടുതലാണ്. അത് കാരണം വയറിനും ശരീരത്തിനും നല്ല തണുപ്പേക്കും. ഇതിൽ വൈറ്റമിൻ സി, എ, കാൽസ്യം, ഫൈബർ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയും അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇളനീർക്കരിക്കില്ലേ, അതിൻ്റെ വേറൊരു ടേസ്റ്റാന്നേ പറയാൻ പറ്റുമോ. കാരണം അത്രയും ചെറുതായിട്ട് മധുരം കുറവാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. സൂപ്പറാണ് പക്ഷെ ഇത് കഴിക്കാൻ. ഇത് ഒരെണ്ണത്തിൽ 3 എണ്ണമായിട്ടുണ്ട് കേട്ടോ. ഇനി വലുതിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ചെറുത് വെട്ടിപ്പം ഒരു ഇതിനകത്ത് 3 എണ്ണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലാണ്, വലുതിൽ വെള്ളമില്ലെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഒത്തിരി പേര് വന്ന് ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ ഒരു ഇച്ചിരി റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ പുറത്തെ തോട് അത് ചെറുതായിട്ട് പൊളിച്ച് കളഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വള്ളം പോലത്തെ സാധനമില്ലേ, ഇത് ഇവർ ആ പനയോല വെച്ച് തന്നെ പെട്ടെന്ന് കെട്ടിയെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേസ്റ്റൊന്നും അധികം ഉണ്ടാവില്ല. ഇത് കത്തിച്ച് കളയാമെന്നല്ലേ ഉള്ളൂ. ഇതുണ്ട്, ഇതേപോലെ എടുത്ത് ഒരെണ്ണം എടുത്ത് കെട്ടി വെച്ചാൽ പെട്ടെന്ന് ആവുന്നൊരു സാധനം. ആ ഏട്ടനോട് കുറേ സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ പോയത് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏട്ടന് മലയാളം അറിയില്ല, തമിഴ് മാത്രമേ അറിയുള്ളൂ. എനിക്ക് മലയാളം അറിയാം, തമിഴും അറിയാം, പക്ഷെ പറയാൻ അറിയില്ല തമിഴ്. ഇതെൻ്റെ പട്ടി ഷോ ആണ് കേട്ടോ. പിന്നെ എനിക്ക് കൊഞ്ചൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അത് കേട്ട പെറ്റ് തള്ള സഹിക്കാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ. നിങ്ങളും കൂടി കേട്ടിരുന്നെങ്കിൽ ചിരിച്ച് നിങ്ങൾ ചത്തേനെ. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു എൻ്റെ തമിഴ് പറച്ചിൽ. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. വെയിലത്തൊക്കെ നല്ല അടിപൊളിയാണ്. അതായത് ഇത് ചെറുതായിരുന്നു കേട്ടോ, ചെറുതായതുകൊണ്ട് കുഞ്ഞിത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കഴിക്കാൻ. എന്തായാലും ആൾക്ക് മലയാളം അധികം സംസാരിക്കാൻ അറിയില്ല. എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം, പക്ഷെ എല്ലാം ഇവിടെ കൊണ്ടൊന്നും പുറത്തോട്ട് വന്നില്ല. അത് ഞങ്ങൾക്ക് ഭാഷയുടെ ഒരു ഇതുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. എന്തായാലും കഴിച്ച് നല്ല സൂപ്പർ സാധനമായിരുന്നു. എന്തായാലും ഞങ്ങൾ പോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, വർത്തമാനം പറയാനൊന്നുമില്ല. എന്തായാലും പോവാം. ചേട്ടാ പോട്ടെ.